കോട് സ്വദേശി വിൻസി 3 വയസ്സുകാരി ചികിത്സയിൽ. വിശദമായി നോക്കാം. ഇടുക്കി പൂപ്പാറയിൽ ബംഗാൾ സ്വദേശിനിയായ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ 3 പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്, 40,000 രൂപ പിഴയും അടയ്ക്കണം. പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവരാണ് പ്രതികൾ. 2022 മെയ്യിലാണ് സംഭവം. ഇടുക്കി പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലക്കാട്ടിലേക്ക് പോകവേ ബംഗാൾ സ്വദേശിനിയായ 14 വയസ്സുകാരിയെ പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവരും ഇതര സംസ്ഥാന സ്വദേശികളായ പ്രായപൂർത്തിയാകാത്ത 2 പേരും ചേർന്ന് ക്രൂര പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പ്രതികൾക്ക് ദേവികുളം കോടതി വിവിധ വകുപ്പുകളിലായി 90 വർഷം കഠിന തടവ് വിധിച്ചു. 4 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം. ജഡ്ജ് PA സിറാജുദ്ദീനാണ് വിധി പറഞ്ഞത്. ഇന്ത്യൻ പീനൽ കോഡിലെയും പോക്സോ ആക്ടിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം ടോട്ടൽ 90 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 1, 2, 3 പ്രതികൾക്ക്. പിന്നെ കൂടാതെ 40,000 രൂപ ഫൈൻ എമൗണ്ടും. ഫൈൻ അടച്ചില്ലെന്നുണ്ടെങ്കിൽ 8 മാസം കൂടെ കഠിന തടവ് അനുഭവിക്കണം. ഫൈൻ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് വിക്ടിമിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ പ്രതികൾ 8 മാസം കൂടി തടവ് അനുഭവിക്കണം. പിഴത്തുക ഇരയ്ക്ക് കൈമാറാനും കോടതി വിധിച്ചു. 6 പ്രതികളുള്ള കേസിൽ 1 മുതൽ 3 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷയാണ് ദേവികുളം കോടതി വിധിച്ചത്. 4-ാം പ്രതിയെ വെറുതെ വിട്ടു. പ്രായപൂർത്തിയാകാത്ത 2 പ്രതികളുടെ കേസ് തൊടുപുഴ കോടതിയിലാണ്. ന്യൂസ് 18 പൂപ്പാറ. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനക്കൂട്ടം. പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയത്. മാന്തുരുത്തിയിലെത്തിയ ആനക്കൂട്ടം മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കുടിച്ച് തിരികെ കാട്ടിലേക്ക് മടങ്ങി. കാസർഗോഡ് പള്ളം റെയിൽവേ ബ്രിഡ്ജിന് സമീപം 2 പേരെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. നെല്ലിക്കട്ട നെക്രാജെ സ്വദേശികളായ മുഹമ്മദ് സാഹിർ, നിഹാൽ എന്നിവരാണ് മരിച്ചത്. നേരത്തെ മോഷണ കേസുകളിൽ പ്രതികളാണ് ഇരുവരും. മോഷ്ടിച്ച 4 മൊബൈൽ ഫോണുകളും അപകട സ്ഥലത്തു നിന്ന് പോലീസ് കണ്ടെത്തി. മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രെയിൻ തട്ടിയതാണെന്നാണ് നിഗമനം. പുലർച്ചെ 5:20-ന് ഗുഡ്സ് ട്രെയിനാണ് ഇടിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസും ടൗൺ പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പാലക്കാട് കോട്ടായിയിൽ 3 വയസ്സുള്ള കുഞ്ഞുമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മ മരിച്ചു. കുഞ്ഞ് ചികിത്സയിലാണ്. കരിയംകോട് മേക്കോൺ സുരേഷിന്റെ ഭാര്യ വിൻസിയാണ് മരിച്ചത്. 3 വയസ്സുകാരി മകളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് മുക്കത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറെയും അമ്മയും മരിച്ച നിലയിൽ കണ്ടെത്തി. മുക്കം ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും പൈമ്പ്ര സ്വദേശിയുമായ ഷിംജു, അമ്മ ശാന്ത എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷിംജുവിനെ തൂങ്ങി മരിച്ച നിലയിലും അമ്മയെ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലുമാണ് കണ്ടത്. കുന്നമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഷിംജുവിന്റെ അമ്മ കിടപ്പ് രോഗിയായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരത്തിലേക്ക്. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടിക അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ദുരിതബാധിതരുടെ ആരോപണം. 2011 ശേഷം ജനിച്ച ദുരിതബാധിതരെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ല എന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. ഇതിലൂടെ ആയിരക്കണക്കിന് ദുരിതബാധിതരാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുക. എൻഡോസൾഫാൻ പദ്ധതി തന്നെ നിർത്തലാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് ദുരിതബാധിതർ ആരോപിക്കുന്നു. പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ സൗജന്യ മരുന്ന് വിതരണം തുടരുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ആശുപത്രികളിലേക്ക് വാഹന സൗകര്യം പുനഃസ്ഥാപിക്കുക, കളക്ടറുടെ നേതൃത്വത്തിലുള്ള സെൽ യോഗങ്ങൾ ചേരുക, മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. 2017 കണ്ടെത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 1031 പേരെ തിരിച്ചെടുക്കുക, സെല്യോഗം ചേരുക, വിവാദമായ സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, മരുന്നും ചികിത്സയും അനുവദിക്കുക, ഈ മുഖ്യ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്താൻ പോകുന്നത്. നാളിതുവരെ നടത്തിയ പോരാട്ടങ്ങളോട് സർക്കാർ കാണിച്ച അലംഭാവമൊന്നും ഈ സമരത്തിലേക്ക് കാണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആവശ്യങ്ങൾ നേടും വരെ എൻഡോസൾഫാൻ ദുരിതബാധിതർ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സമരം പ്രൊഫസർ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യവുമായി രംഗത്തുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.
വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ ചികിത്സയ്ക്കായി സഹായം തേടി ബന്ധുക്കൾ. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വൈക്കം ബ്രഹ്മമംഗലം സ്വദേശി അഭിഷേകിന് തുടർ ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വരും. ലോട്ടറി വിൽപ്പനക്കാരനായ അച്ഛന്റെ ഏക വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം. കണ്ണിന്റെ കാഴ്ചശക്തി ഉൾപ്പെടെ നഷ്ടപ്പെട്ട അഭിഷേക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം വേണം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി മുളന്തുരുത്തിക്ക് സമീപം കാഞ്ഞിരമറ്റത്ത് വെച്ച് അഭിഷേക് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് യുവാവിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതോടെ ആരോഗ്യനില ഗുരുതരമായി. ഒരു കണ്ണിന്റെ കാഴ്ച 80% നഷ്ടമായി. ഇതുവരെയുള്ള ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വന്നു. അഭിഷേക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 20 ലക്ഷത്തിലധികം രൂപ ചികിത്സയ്ക്ക് വേണ്ടിവരും. ലോട്ടറി വിൽപ്പനക്കാരനായ അച്ഛൻ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതോടെ കുടുംബത്തിന്റെ വരുമാന മാർഗവും നിലച്ചു. ഒത്തിരി പണച്ചെലവുണ്ട്, എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. ഞങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ല. അച്ഛൻ അറ്റാക്ക് വന്നിരിക്കുകയാണ്. ലോട്ടറി വിൽപ്പനക്കാരനായ അച്ഛന്റെ തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അഭിഷേകിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളും കൈകോർക്കുന്നുണ്ട്. അച്ഛന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ലോട്ടറി വിൽപ്പനയാണ് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം. അനിയനുള്ളതും ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിൽ ചെറിയൊരു വർക്ക് മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ 800 രൂപയോളം മരുന്നിന് തന്നെ ഒരു ദിവസം ആവശ്യമാണ്. അപ്പോൾ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ 20 ലക്ഷത്തോളം രൂപ ചിലവാകുമെന്നാണ് ഡോക്ടറിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ കുടുംബത്തിലാണെങ്കിലും വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം ബുദ്ധിമുട്ടുന്ന കുടുംബമാണ്. അച്ഛനാണെങ്കിൽ അഭിഷേകിൻ്റെ അച്ഛനാണെങ്കിലും ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് ചികിത്സയിലിരിക്കുകയാണ്. പിന്നെ ചെറിയൊരു വരുമാനം എന്ന് പറഞ്ഞത് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ്. അതും ഇപ്പോൾ ഇടയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിലാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായം ഈ കുടുംബത്തിനുണ്ടാകണം. നിലവിൽ നാട്ടുകാർ നൽകിയ ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സാ കാര്യങ്ങൾ നടന്നത്. തുടർ ചികിത്സയ്ക്ക് 20 ലക്ഷത്തോളം രൂപ ആവശ്യമുള്ളതിനാലാണ് ബന്ധുക്കൾ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ന്യൂസ് 18 കൊച്ചി. തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഉദയം പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ധനസമാഹരണത്തിനുമായി ജനുവരി 31 ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികളുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം. ജില്ലയിലെ 150 ക്യാമ്പസുകളിലെ 15,000 വിദ്യാർത്ഥികൾ പദ്ധതിയുടെ സന്ദേശവുമായി ജനങ്ങളിലേക്ക് എത്തും. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ജില്ലാ ഭരണകൂടം 2020 തുടക്കമിട്ട പദ്ധതിയാണ് ഉദയം. 2000-ലധികം ആളുകളെ പദ്ധതിയുടെ ഭാഗമായി ഇതിനകം പുനരധിവസിപ്പിച്ചു. 250 അന്തേവാസികളെ വീടുകളിൽ തിരിച്ചെത്തിച്ചു. നഗരത്തിലെ 3 ഇടങ്ങളിലായി 3 കെയർ ഹോമുകൾ പ്രവർത്തിക്കുന്നു. 220 പേർക്ക് താമസ സൗകര്യമുണ്ട്. പ്രതിവർഷം 2 കോടിയോളം വരുന്ന പദ്ധതിക്കായി ജനങ്ങളിൽ നിന്ന് ധനശേഖരണം നടത്തുകയാണ് ദിവസം മുഴുവൻ നീളുന്ന പ്രചരണ പരിപാടിയുടെ ലക്ഷ്യം. നമ്മുടെ കോഴിക്കോടിലെയുള്ള റഫ്ലി 150 കോളേജസ് 150 കോളേജസിലെ റഫ്ലി 13,000 സ്റ്റുഡൻസ് വോളണ്ടിയർ ആണ് who are going to go today to every place. എല്ലാ പഞ്ചായത്തും എല്ലാ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലേക്ക് പോയിട്ട് അവിടെ ആളിലേക്ക് സംസാരിക്കാം. ഉദയം എന്താണ്, ഉദയമിലെ പർപ്പസ് എന്താണ്, ഉദയമിലെ ആവശ്യം എന്താണ്. ഇപ്പോൾ പിന്നെ അവർക്ക് സപ്പോർട്ട്, മോണിറ്ററി സപ്പോർട്ട് ആണെങ്കിൽ they will be collecting ഡൊണേഷൻസ് നമുക്ക് QR കോഡ് വഴി ഡയറക്ട്ലി ഉദയം ഹോം അക്കൗണ്ടിലേക്ക് പോകണം. അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ അവർക്ക് ഒരു ഫോർമൽ ഒരു റിസീറ്റ് തരാം. ജില്ലയിലെ 150 ക്യാമ്പസുകളിൽ നിന്നായി 15,000 വിദ്യാർത്ഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങും. കോർപ്പറേഷൻ, നഗരസഭ, പഞ്ചായത്ത് തലങ്ങളിൽ ധനശേഖരണമുണ്ടാകും. QR കോഡ് സ്കാൻ ചെയ്ത് ഉദയം അക്കൗണ്ടിലേക്ക് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് തിരുമ്പാടിയിൽ മൂർഖൻ പാമ്പിനെ പിടികൂടി. തുരുത്തു പ്രദേശത്തെ കലിങ്കിന്റെ അടിയിൽ നിന്നാണ് മൂർഖനെ കണ്ടെത്തിയത്. പാമ്പിനെ കണ്ട വീട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിച്ചു. RRT വളണ്ടിയർ കബീർ കളന്തോട് എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്.
ഇടുക്കി വാഗമണിലെ പാതയോരത്ത് മാലിന്യം കുമിഞ്ഞുകൂടി. വാഗമൺ തൊടുപുഴ റോഡിന്റെ സമീപത്താണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഏലപ്പാറ പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന വിഭാഗമാണ് തരം തിരിക്കുന്നതിനായി ഇവിടെ മാലിന്യങ്ങൾ എത്തിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. വാഗമൺ തൊടുപുഴ പാതയോട് ചേർന്നാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ തരംതിരിക്കാനായി കൂട്ടിയിട്ടിരിക്കുന്നത്. ക്ലീൻ കേരള പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് കൊണ്ടുപോകുന്നില്ല. മാലിന്യം കൂടുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം പട്ടികൾ, തെരുവ് നായർ ശല്യങ്ങൾ മുഴുവൻ ഇത് വലിച്ചു കീറി കൊണ്ടുപോയി റിസോർട്ടിലേക്ക് കൊണ്ടുപോകും. റിസോർട്ടുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നിലവിൽ തെരുവ് നായയെ കൊണ്ട് ഭയങ്കര ശല്യമായിക്കാണ്. കാരണം ആ നാട്ടിലെ പിള്ളേരെല്ലാം നടന്നു വരാം. ഈ വേസ്റ്റ് ഡബ് ചെയ്യുന്നത് ഈ റോഡ് സൈഡിലാണ്. അത് അവിടുന്ന് മണം കാരണം നല്ല വണ്ടി കൊണ്ട് പോലും പോകാൻ മേലാത്ത അവസ്ഥയാണ്. കുന്നുകൂടിയ മാലിന്യങ്ങളിൽ ചാറ്റൽ മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാവുന്നതോടെ അഴുകി ദുർഗന്ധം വമിക്കുന്നത് വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ദുരിതമാവുകയാണ്. കാക്കയും തെരുവ് നായ്ക്കളും മൃഗങ്ങളുമെല്ലാം മാലിന്യങ്ങൾ വലിച്ചിഴയ്ക്കുന്നത് മറ്റൊരു വിഷയമാണ്. ജനങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടും ഏലപ്പാറ പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ന്യൂസ് 18 ഇടുക്കി. ആയോധന കലയിൽ പ്രാവീണ്യം നേടിയ 6 കുടുംബങ്ങൾ. ഓരോ കുടുംബത്തിലെയും അച്ഛനും അമ്മയും മക്കളും വിവിധ ബെൽറ്റുകൾ നേടിയും ശ്രദ്ധേയരായിരിക്കുകയാണ്. തിരുവനന്തപുരം പോത്തൻകോട് നിന്നാണ് ഈ അപൂർവ ആയോധന കലാവിശേഷങ്ങൾ. ആയോധന കലാ പരിശീലനം നേടി ഒരുമിച്ച് ബെൽറ്റുകൾ കരസ്ഥമാക്കിയ 6 കുടുംബങ്ങൾ. തിരുവനന്തപുരം പോത്തൻകോട് ഡോക്ടർ കുങ്ഫു ഫിസിക്കൽ മെഡിസിൻ മാർഷൽ ആർട്സ് തിരുവനന്തപുരം ജില്ലാ ടെസ്റ്റ് വിജയികളുടെ ബെൽറ്റ് വിതരണ ചടങ്ങിലായിരുന്നു ഈ കൗതുക കാഴ്ച. അച്ഛന് യെല്ലോ ബെൽറ്റ്, അമ്മയ്ക്ക് ഗ്രീൻ ബെൽറ്റ്, മകൾക്ക് യെല്ലോ. ഇത്തരത്തിൽ ബെൽറ്റുകൾ വീതം വെച്ച് നേടിയിരിക്കുകയാണ് 6ഓളം കുടുംബങ്ങളിലെ അംഗങ്ങൾ. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങൾ സമയം കണ്ടെത്തി കുങ്ഫു പരിശീലനം നടത്തിയാണ് ബെൽറ്റുകൾ കരസ്ഥമാക്കിയത്. സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ വീട്ടമ്മമാർ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇവരിൽ പലരും കുട്ടികളെ കുങ്ഫു പരിശീലിപ്പിക്കാൻ വേണ്ടി എത്തിയവരാണ്. ക്രമേണ ഇവരും ഈ മാർഷൽ ആർട്സിന്റെ ഭാഗമാവുകയായിരുന്നു. ഡയബറ്റിക്കിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സും ജോയിൻറ്റിനൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല റിലീഫാണ്. പിന്നെ നമുക്ക് തന്നെ ഈ കോൺഫിഡൻസ് ലെവൽ അതിഭയങ്കരമായിട്ട് നമുക്ക് ഉയരും. ഇപ്പം മനസ്സിന് നല്ല റിലാക്സേഷനും ഉണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ വേദനകളൊക്കെ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് റിലാക്സേഷൻ, ടെൻഷനിൽ നിന്നുള്ള റിലാക്സേഷൻ ഒരു 1.5 മണിക്കൂർ നമുക്കത് കിട്ടും. അതുപോലെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് സെൽഫ് ഡിഫെൻസും അവർക്കൊരു കോൺഫിഡൻസ് ലെവലും ഒക്കെ ഈ കുങ്ഫു വഴി അവർക്ക് സ്വയം പര്യാപ്തമാവാൻ പറ്റുന്നുണ്ട്. ആയോധന കലാപരിശീലനം പലയിടങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും മെഡിസിനൽ മൂല്യത്തിന് പ്രാധാന്യം നൽകി ചിട്ടപ്പെടുത്തിയ ആയോധന മുറകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ ആയോധന പരിശീലനം നടക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെയധികം ആരോഗ്യപരമായ മാറ്റങ്ങളും മാനസികമായി ശാരീരികവും മാനസികമായ ആരോഗ്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു വഴിയൊരുക്കുന്ന ഒരു രീതിയായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നല്ല മക്കളും കുടുംബത്തോടു കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. ഇതിപ്പം തന്നെ വൈകിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ വൈകിട്ട് വന്നിട്ട് ഇന്ന് അത് ചെയ്യണ്ടേ, ആ പ്രാക്ടീസ് ചെയ്യണ്ടേ, ഈ പ്രാക്ടീസ് ചെയ്യണ്ടേ എന്നൊരു സംസാരവും ചർച്ചാ വിഷയമൊക്കെ വൈകിട്ട് നടക്കാറുണ്ട്. പോത്തൻകോട് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് ജി നേതൃത്വം നൽകി. ചടങ്ങിൽ 140ഓളം പേർക്കാണ് വിവിധ ബെൽറ്റുകൾ നൽകിയത്. കുങ്ഫു സീനിയർ മാസ്റ്റർ ജയരാജ CK, അരുൺ AK, ഇവ ദിലീപ്, അരുൺ സേവ്യർ, ശിവപ്രസാദ് എന്നിവരും പങ്കെടുത്തു. തങ്ങൾ സ്വായത്തമാക്കിയ ആയോധന കലാമുറകളും വീടുകളിൽ ഇവർ നടത്തുന്ന പരിശീലന രീതികളും കുടുംബങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. തൃത്താല മണ്ഡലത്തിൽ 100 കാവുകൾ പച്ചത്തുരുത്തുകൾ പദ്ധതിക്ക് തുടക്കമായി. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് പ്രകൃതി സംരക്ഷണ പ്രവൃത്തി നടപ്പാക്കുന്നത്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രകൃതി സംരക്ഷണം ലക്ഷ്യമിട്ട് തൃത്താല നിയോജക മണ്ഡലത്തിൽ 100 കാവുകൾ പച്ചത്തുരുത്തുകൾ എന്ന സമഗ്ര സംയോജിത ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം തിരുമിറ്റക്കോട് ചാത്തന്നൂർ കക്കാട് മനയുടെ പരിസരത്ത് വൃക്ഷത്തൈ നട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കാവുകളുടെയും പച്ചത്തുരുത്തുകളുടെയും സംരക്ഷണം പ്രധാനമാണ്. കുട്ടികളിലൂടെ വേണം മുതിർന്നവരെ ബോധവൽക്കരിക്കാൻ. ഭൂഗർഭ ജലവിധാനം സെമി ക്രിട്ടിക്കലായ മണ്ഡലത്തിൽ ദീർഘകാല പ്രവർത്തനത്തിലൂടെ മാത്രമേ ഭൂഗർഭ ജലവിധാനത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കൂവെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന് തന്നെ മാതൃകയാവാൻ പൊട്ടൻഷ്യലുള്ള ഒരു പദ്ധതിയാണ്. ഒറ്റ കാര്യമേ വേണ്ടൂ, ജനങ്ങളാകെ ഇത് ഏറ്റെടുക്കണം. ഒരു ജനങ്ങളുടെ മൂവ്മെന്റ് ആയിട്ട് ഇത് വരണം. സുസ്ഥിര തൃത്താലയ്ക്ക് ഇതുവരെ ഉണ്ടായ ഒരു പരിമിതി ഞാൻ അതുകൂടി പറയണല്ലോ. കേമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ പോരാ. പരിമിതി ഇത് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥ പരിപാടി മാത്രമായിട്ട് നിന്നു. ജനങ്ങൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലേക്ക് അത് വളർന്നിരുന്നില്ല എന്നതാണ്.
ഞാൻ വിചാരിക്കുന്നു ഇതോടുകൂടി അത്തരമൊരു വളർച്ച സാധ്യമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പരിപാടിയോടുകൂടി ഇതിലെ ജനപങ്കാളിത്തം. പദ്ധതിയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവരുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ സേവകരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ MLA ഹെൽത്ത് കാർഡ് പദ്ധതിയുമായി നജീബ് കാന്തപുരം. നിയോജക മണ്ഡലത്തിലെ വിവിധ സാമൂഹ്യ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പെരിന്തൽമണ്ണയിലെ വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഹെൽത്ത് കാർഡിന്റെ വിതരണം പെരിന്തൽമണ്ണയിൽ നടന്നു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ അംഗൻവാടി, ആശ, ഹരിതകർമ്മസേന, CDS, പരിരക്ഷാ നഴ്സ്, ട്രോമ കെയർ, ആംബുലൻസ് ഡ്രൈവർ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അംഗം എന്നീ വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും വയസ്സിനിടയിലുള്ളവർക്കാണ് പദ്ധതി നടപ്പാക്കുന്നത്. പെരിന്തൽമണ്ണയിലെ 9 സ്വകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി. ഈ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന കാർഡ് ഹോൾഡർമാർക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഇതോടൊപ്പം ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസിയും അനുവദിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ചെറിയ വേതനത്തിന് വലിയ സേവനം ചെയ്യുന്ന അടിസ്ഥാന വിഭാഗത്തെ ചേർത്ത് പിടിക്കേണ്ടത് സാമൂഹ്യ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിയെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു. ഈ നാട്ടിൻ്റെ ജീവനാഡികളാണ് ഈ ഇരിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളായ ഞങ്ങൾക്ക്, ഇവിടുത്തെ പൗരപ്രമുഖരായ ആളുകൾക്ക്, ഹോസ്പിറ്റൽ ഉടമകൾക്ക് ഞാനൊരു കാര്യം പരിചയപ്പെടുത്താം. പെരിന്തൽമണ്ണയെ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഈ സ്ത്രീകളാണ്, ഈ സഹോദരിമാരാണ് എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട. ഇവരാണ് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിൽ നടന്ന ഹെൽത്ത് കാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം MP അബ്ദുൽ സമദ് സമദാനി MP നിർവഹിച്ചു. മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. എന്നാലും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം രഞ്ജിത്ത് കൊലക്കേസിലെ 15 പേർക്കും വധശിക്ഷ നൽകി എന്നുള്ളതാണ്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ 15 പ്രതികൾക്കും വധശിക്ഷ നൽകിയിരിക്കുന്നു. 1-ാം പ്രതി നൈസാം, 2-ാം പ്രതി അജ്മൽ, 3-ാം പ്രതി അനൂപ്, 4-ാം പ്രതി മുഹമ്മദ് അസ്ലാം, 5-ാം പ്രതി സലാം പൊന്നാട്, 6-ാം പ്രതി അബ്ദുൽ കലാം, 7-ാം പ്രതി സഫറുദ്ദീൻ, 8-ാം പ്രതി മുൻഷാദ്. ഇവരാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഗൂഢാലോചന, സംഘം ചേരൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയവർ. അവർ 8 പേർ. അതിനുശേഷം ജസീബ് രാജ, നവാസ്, ഷമീർ, നസീർ എന്നിവർ കൊലപാതകത്തിന് സഹായം ചെയ്തു, ഗൂഢാലോചന നടത്തി, തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നീ കുറ്റങ്ങൾ ചുമത്തിയ 4 പേർ. സക്കീർ ഹുസൈൻ, ഷാജി പൂവത്തിങ്കൽ, ഷെർനാസ്, അഷ്റഫ് ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തി. അങ്ങനെ 15 പ്രതികൾക്കും വധശിക്ഷ നൽകുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു സാഹചര്യം മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ. നേരത്തെ പ്രോസിക്യൂഷന്റെ വാദവും അത് തന്നെയായിരുന്നു. എല്ലാ പ്രതികൾക്കും വധശിക്ഷ നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു. ആവശ്യം പൂർണ്ണമായും കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം. പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നു. 15 പ്രതികൾക്കും വധശിക്ഷ എന്നുള്ള അത്യപൂർവമായ സാഹചര്യത്തിനാണ് ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ ശിക്ഷാവിധി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജസ്റ്റിസ് VG ശ്രീദേവിയുടെ വിധി പ്രഖ്യാപനം തൊട്ടു മുമ്പാണ് വന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് G ശ്രീജിത്ത് നൽകിക്കൊണ്ടിരുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പ്രതികളെ ഇപ്പോൾ വിധി പ്രഖ്യാപനം കേട്ട ശേഷം യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പലരും ചിരിച്ചുകൊണ്ടൊക്കെ തന്നെ പുറത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു. ആ കോടതിയിൽ നിന്ന് ആ പ്രതികളെ പുറത്തേക്ക് വലിയ പോലീസ് സുരക്ഷയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എല്ലാ പ്രതികൾക്കും വധശിക്ഷ നൽകിയിരിക്കുന്ന അത്യപൂർവമായിട്ടുള്ള, അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്ന ഒരു കേസ്. അത്തരത്തിൽ തന്നെ തൂക്കുകയർ വിധിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഈ രഞ്ജിത്ത് കൊലക്കേസിൽ പങ്കെടുത്ത 15 പ്രതികൾക്കും. വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി, ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി, വളരെ പ്ലാൻഡായി നടത്തിയ ഒരു അരും കൊലയ്ക്ക് ഏറ്റവും ഒടുവിൽ തൂക്കുകയർ തന്നെ ഈ 15 പ്രതികൾക്ക് നൽകിയിരിക്കുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്നുള്ളതാണ് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും പ്രോസിക്യൂഷന്റെ വാദത്തെ കോടതി പൂർണ്ണമായി അംഗീകരിച്ചു. ഇത് വിധിയെ തീർച്ചയായും സ്വാഗതം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു രഞ്ജിത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ളവർ. പ്രോസിക്യൂഷനും ഈ വിധിയിൽ സന്തോഷം രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും പോലീസിനും ഇത് വലിയ നേട്ടമായി കണക്കാക്കണം. പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് വലിയ കയ്യടി നൽകേണ്ട സാഹചര്യം, അഭിനന്ദനം അർഹിക്കുന്ന ഒരു അന്വേഷണം ഈ സാഹചര്യത്തിൽ അത് എടുത്തു പറയേണ്ടതാണ് കേരള പോലീസിനെ സംബന്ധിച്ച്. എന്താണെങ്കിലും രഞ്ജിത്ത് കൊല
വാർത്തകളിലേക്ക്. കയർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾക്ക് തുടക്കമിട്ട് കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് കയർ വ്യവസായ സഹകരണ സംഘം. സ്ത്രീ തൊഴിലാളികൾക്ക് നാഷണൽ കയർ ആൻഡ് റിസർച്ച് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ ആകർഷകമായ ചവിട്ടികൾ നിർമ്മിക്കുന്നതിനും വിപണനം കണ്ടെത്തുന്നതിനുമുള്ള പരിശീലനം ഇവിടെ ആരംഭിച്ചു. കുറുവങ്ങാട് കയർ വ്യവസായ സഹകരണ സംഘത്തിലെ തെരഞ്ഞെടുത്ത 10 വനിതകൾക്കാണ് ആദ്യഘട്ടത്തിൽ 5 തരത്തിലുള്ള ആകർഷകമായ ചവിട്ടികൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകുന്നത്. ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് നിർമ്മാണം. ആകർഷകവും നിറമങ്ങാത്തതുമായ കളറുകളിൽ മുക്കി ഫ്രെയിമിന്റെയും തറയുടെയും സഹായത്തോടെയാണ് കമ്പി കാർപ്പറ്റ്, റൗണ്ട് മാറ്റ് തുടങ്ങിയവ നിർമ്മിക്കാൻ പരിശീലിപ്പിക്കുന്നത്. കൂടുതൽ ഡിസൈനിങ് ഒക്കെ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ വരികയാണെങ്കിൽ ക്രാഫ്റ്റിൽ ഇനിയും കൂടുതൽ ഇത് ഒരുപാട് പൊട്ടൻഷ്യലുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ ഇനിയും പുതിയ പ്രൊഡക്ട്സും പുതിയ ഫോമും പിന്നെ മാർക്കറ്റായാലും കുറച്ചും കൂടിയൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള ക്രാഫ്റ്റ് ആയതുകൊണ്ടും നാച്ചുറൽ ഫൈബേഴ്സിനൊക്കെ ഇപ്പോൾ വളരെയധികം എല്ലാവരും ഉപയോഗിക്കാനും ഒക്കെ പറയുന്ന സമയമാണ്. സസ്റ്റൈനബിലിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും. 70 തൊഴിലാളികളാണ് സംഘത്തിൽ നിലവിലുള്ളത്. വൈവിധ്യവൽക്കരണത്തിലൂടെ തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. വ്യത്യസ്തമായ കരകൗശല ഉൽപ്പന്നങ്ങളും ഗ്രോ ബാഗുകളും നിർമ്മിച്ച് വിപണനം കണ്ടെത്താനുള്ള നീക്കങ്ങളുമുണ്ടെന്ന് സംഘം പ്രസിഡന്റ് കെ സുകുമാരൻ പറഞ്ഞു. തൊഴിലാളികൾക്കും നല്ല സാറ്റിസ്ഫാക്ഷനാണ് ഈ ഇപ്പോൾ വന്നത്. നേരത്തെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് കുറേ കൂടി മെച്ചപ്പെട്ട ട്രെയിനിങ് ആണെന്നാണ് തൊഴിലാളികളുടെ അഭിപ്രായം. സൊസൈറ്റീൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. 30 ദിവസം പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ദിവസം 300 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ട്രെയിനിങ് സംഘടിപ്പിക്കുന്നത്. പരിശീലനം നേടിയവർ മറ്റുള്ളവർക്ക് പരിശീലനം നൽകും. കയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനും വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കാനുമുള്ള ശ്രമം നടക്കുന്നതായും സംഘം ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് 18 വടകര. നിർധന കുടുംബങ്ങൾക്ക് ജനകീയ കൂട്ടായ്മയുടെ കരുതലിൽ വീടൊരുങ്ങുന്നു. പാലക്കാട് വല്ലപ്പുഴ ചെറുകോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 2 വീടുകൾ നിർമ്മിക്കുന്നത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചെറുകോട് കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്നേഹഭവനങ്ങൾ നിർമ്മിക്കുന്നത്. പുലമുഖം തൊടി ഇബ്രാഹിം, ചോലയിൽ ശിവൻ എന്നിവർക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS വീടുകളുടെ തറക്കല്ലിടൽ നിർവഹിച്ചു. ഒരു സോഷ്യൽ വർക്ക് എന്ന രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് എല്ലാ അനുമോദനങ്ങളും എല്ലാ സപ്പോർട്ടും ഞാനിവിടെ പറയുന്നു. അതുപോലെ ഈ ഒരു സംരംഭത്തിൽ എല്ലാവരും സഹായിക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി. ജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങളോടെയാണ് ഭവനങ്ങൾ നിർമ്മിക്കുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കൂട്ടായ്മ. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് പരുതൂർ ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. 3 ദിവസങ്ങളിലായിരുന്നു പരിപാടി. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ കഴിഞ്ഞ 1 വർഷക്കാലമായി നടത്തിവന്നിരുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ലൈബ്രറി മുറ്റത്ത് നടന്ന സാംസ്കാരിക സന്ധ്യയോടെയായിരുന്നു സമാപന ആഘോഷങ്ങൾക്ക് തുടക്കം. 3 ദിവസങ്ങളായി നടന്ന പരിപാടിയിൽ നാടകങ്ങൾ, കലാപരിപാടികൾ, നൃത്തനൃത്യങ്ങൾ, സംഗീത പരിപാടികൾ എന്നിവയും സാഹിത്യ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. സമാപന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്കാരം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി വളരെ ലളിതമായി ഒറ്റ വാചകത്തിൽ പറയാം, മനുഷ്യനെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് സംസ്കാരം എന്നത്. മനുഷ്യൻ എന്ന വിശേഷണത്തിന് മനുഷ്യരെ അർഹമാക്കുന്നത് മനുഷ്യപ്പറ്റ. എല്ലാവർക്കും ഒരേപോലെ അത് ഉണ്ടാവണമെന്നില്ല. അത് മനുഷ്യരിൽ വളർത്താൻ നടത്തുന്ന പ്രവർത്തനമാണ് സാംസ്കാരിക പ്രവർത്തനം. വായനശാല പ്രസിഡന്റ് TR വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P സുധീർ, VK ചന്ദ്രൻ, ഷൈമ ഉണ്ണികൃഷ്ണൻ, P ശ്രീനിവാസൻ, T സത്യനാഥൻ, T സുധാകരൻ, AP ശശി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൂഫി സംഗീത സന്ധ്യയും വിവിധ മേഖലകളിൽ മികവ് നേടിയ വ്യക്തികളെയും വായനശാല മുൻ പ്രവർത്തകരെയും ആദരിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4795